ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു വെറൈറ്റി സാധനമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്താണെന്നറിയാവോ? ഇത് കണ്ടോ? ഇത് നേരെ ഞാൻ കാണിക്കാവേ. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ടോ? ഇന്ന് ഇതാണ് ശരിക്കും കാണിക്കാം. ഇത് കണ്ടോ? ഇതാണ് സാധനം. ഇത് മുരിങ്ങപ്പൂ. കണ്ടോ എന്ത് നല്ല സാധനമാണെന്ന് നോക്കി. ഇതെല്ലാം ഞാൻ നന്നാക്കി എടുത്ത് കൊണ്ടുവന്നതാണ്. ഇനി ഇത് തോരൻ വെക്കണം. ഇത് നമ്മൾക്ക് അവിടെ ഒരു അറബിയുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് പറിച്ചാൻ പറഞ്ഞപ്പോൾ നമ്മൾ പോയി കവർ എടുത്തുകൊണ്ട് പോയിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. ദേ കണ്ടോ? ഇതിനി കുറച്ച് കട്ടയൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്, കൊല. ദേ കണ്ടോ? അതെല്ലാം പെറുക്കി നേരെ ആക്കി എടുക്കണം. എന്നിട്ട് കഴുകി വേണം തോരൻ വെക്കാം. മുട്ടയിട്ട് തോരൻ വെക്കാം. ഇതെല്ലാം നിങ്ങളെ കാണിക്കാം. അല്ലാതെ തോരൻ വെക്കാം. പിന്നെ ഇത് പല പല സാധനം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം. ഞാൻ ആദ്യം തോരൻ വെക്കുന്നതാണ് കാണിക്കുന്നത്. സൂപ്പറല്ലേ? ഉണ്ടോ? എന്തൊരു മണമെന്നറിയാവോ ഇതിന്? നല്ല മണമാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ തിന്നാൻ നല്ലതാണ് തോരൻ. പിന്നെ വറുത്തരച്ച് വെക്കാം, തീയൽ എല്ലാം വെക്കാം. ഇത് നന്നാക്കി എടുത്ത് വെച്ച് കാണിക്കാം കേട്ടോ നിങ്ങളെ. അപ്പം നമ്മുടെ മുരിങ്ങപ്പൂവ് തോരൻ വെക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇത്. ഒരു സവോളയുടെ പകുതി, ഒരു പച്ചമുളക്, ഒരു 2-3 അല്ലി കരിവേപ്പില, ദേ ഒരു നുള്ള് മഞ്ഞൾ പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി. ഇത് നമുക്ക് ഒതുക്കി എടുത്ത് വരാം. എന്താണ് ഇത്രയും മുളക് എടുത്ത്? കുരുമുളക് ഇതെല്ലാം എരിവുള്ളത് കൊണ്ടാണ് ഈ ഒരു പച്ചമുളക് എടുത്തത്. അപ്പോൾ ഇത് നമുക്കിനി ഒതുക്കി എടുത്ത് വരാം. ഇനി മുരിങ്ങ പൂ തോരൻ വെക്കാൻ വേണ്ടി നമ്മളൊരു പാൻ തീയ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയെ. ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്, അപ്പോൾ അത്ര ക്ലിയർ ആവുമോയെന്നൊന്നും അറിയില്ല. ഇത് നമുക്ക് ഷാർജയിൽ ഉണ്ടായ മുരിങ്ങപ്പൂവാണ്, അറബി വീട്ടിൽ. അപ്പോൾ ഇത് നമ്മൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അന്നേരം നമുക്ക് ഇത് കണ്ടോ? കരിവേപ്പില, ഉണ്ടമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇതും കൂടെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ഇത് വെക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് അറിയില്ല. ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ ഇത്തിരി കുറയ്ക്കാം, കരിഞ്ഞു പോയെങ്കിലോ. അപ്പോൾ ചെറിയ തീയിൽ ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടോ? നമ്മൾ കഴുകി നന്നാക്കി എടുത്ത് മുരിങ്ങപ്പൂ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടുന്നു. ഇനി നമ്മൾ ഇത് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, അതാണ്. ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമ്മളിത് ഒതുക്കിയെടുത്തുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാതെ ഒതുക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. ആ അരവ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരാം. അപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂവെല്ലാം അരവൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കണം. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. ഈ മുരിങ്ങപ്പൂ കഴുകിയതിൻ്റെ ഒരു തുള്ളി വെള്ളമൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്, അത് മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ മുരിങ്ങപ്പൂ തോരൻ വെച്ച് നോക്കണം. ഇനി അടുത്തത് വേറെ ഒരു മുരിങ്ങപ്പൂ കൊണ്ടൊരു വേറൊരു സാധനം ഉണ്ടാക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഉണ്ടോ?
ഇത് നമുക്കൊന്നും അങ്ങനെ കിട്ടാറില്ല, ഇങ്ങനെ എങ്ങനെയോ കിട്ടിപ്പോയതാണ്. അല്ല ഇവിടെയൊന്നും അങ്ങനെ ഇല്ല ഷാർജയിലൊന്നും. അപ്പം അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നു. നമ്മൾ ടൂറ് പോയതായിരുന്നു, അപ്പോൾ ചോദിച്ചപ്പോൾ ആർപ്പി പറഞ്ഞ് പറിച്ചെടുത്തോന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് പറിച്ചെടുത്തു. എല്ലാവരും കുറേശ്ശെ പറിച്ചെടുത്തു. പറിക്കുന്ന വീഡിയോ ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ക്ലിയർ ഇല്ലാത്ത. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റി എടുക്കാം. ചെറിയൊന്ന് ആവി കയറ്റി എടുത്താൽ മതി, അപ്പോഴത്തേനും ഇത് വെന്തു. അപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂവൊക്കെ എവിടം വരെ ആയി നോക്കാം. തോരൻ അടിപൊളി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ? 1-2 പ്രാവശ്യം ഇങ്ങനെ പയ്യെ ഒന്ന് പൊക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. ഉണ്ട്, നല്ല വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ നല്ല പാകമാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇത് കണ്ടോ, കരിഞ്ഞുമില്ല. നല്ല തോരനാണ്, എനിക്കിഷ്ടം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. തോരൻ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ വെളുത്തുള്ളിയുടെ ചുവയൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുളകും ഉണ്ടമുളകാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇളക്കുകയും വീഡിയോ പിടിക്കുകയും കൂടെ ഒന്നിച്ചാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നത്, ക്ലിയർ ആവാത്തത്. നല്ല ഇതായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ്, നല്ല അടിപൊളി തോരനാണ്, നല്ല ടേസ്റ്റാണ്, ഉപ്പും ഒക്കെയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.